ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമിമോ ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴതോരും മുമ്പ് സീരിയലിൻ്റെ പുതിയ വിശേഷം കേട്ടാലോ? നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെക്കുക. അങ്ങനെ നമ്മുടെ വൈജയന്തിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനാണ്. കാരണം തൻ്റെ മക്കളെയും കൊണ്ട് അവൾ പോയിരിക്കുന്നു. താൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അവളെപ്പോലെ തോന്നിവാസം കാണിക്കാൻ എൻ്റെ കുട്ടികളെ കൂടെ അവൾ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള രീതിയിൽ വൈജയന്തിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഒരു ഇരിക്കപ്പുറതിയില്ലാത്ത ഒരവസ്ഥയാണ് വൈജയന്തിക്ക്. അപ്പൊ ആ സമയത്ത് നമ്മുടെ രഞ്ജു വൈജയന്തിയുടെ റൂമിലോട്ട് വരണം കേട്ടോ. അപ്പൊ രഞ്ജു ചോദിച്ചു, അല്ല ആന്റി, ആന്റി എന്ത് നെടുമ്പുരയ്ക്കല് അവരെ കൂടെ പോവാതിരുന്നേ? അതെന്തേ, ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, അവര് വന്ന് വിളിക്കാനൊക്കെ വന്നേയല്ലേ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ, നിനക്കറിയില്ലേ, ആ പിഴച്ചവൾ ആ വീട്ടിൽ ഉള്ളിടത്തോളം കാലം ഈ വൈജയന്തി അങ്ങോട്ടേക്ക് ഇറങ്ങില്ല എന്ന്. അതെ, അലീന ചേച്ചി അവിടെ നിൽക്കുന്നോണ്ട് എന്താ കുഴപ്പം? അതെ, കുഴപ്പങ്ങൾ പലതാ. ആ, ബാലചന്ദ്രന്റെ മകളാന്നും പറഞ്ഞോണ്ട് അവളെ മുമ്പിലേ ചെന്ന് പട്ടിയെ പോലെ എരഞ്ഞു നിൽക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് ആ വീട്ടിൽ എന്തെങ്കിലും സ്ഥാനമോ വിലയോ എനിക്കുണ്ടോ? പട്ടിയെ പോലെ ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ എന്നെ തിരിഞ്ഞു നോക്കാനോ ഒന്നിനും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ കുറ്റം പറയുന്നു. അപ്പോഴും നമ്മുടെ രഞ്ജു പറഞ്ഞു, അല്ല ആന്റി, ഈ അലീന ചേച്ചി ശരിക്കും ബാലചന്ദ്രൻ അങ്കിളിന്റെ മകളല്ലല്ലോ എന്ന് പറഞ്ഞു. മകളല്ലല്ലോ? നിനക്കെന്താ പറ്റിയ? നിന്നോട് ആരാ ഇത് പറഞ്ഞേ? അല്ല, ബബിതയും നമ്മുടെ കൃഷ്ണമോളൊക്കെ വിളിച്ചപ്പം പറഞ്ഞതാ. പിന്നെ ബാലചന്ദ്രൻ അങ്കിളും പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെ ബാലചന്ദ്രന്റെ മകളല്ലെന്നോ? അതേന്നേ, എനിക്കുറപ്പാ. അപ്പോഴും നമ്മുടെ കമല ഇങ്ങനെ കയറി വരുന്നു. നീ എന്തൊക്കെയാ ഈ പറയണ രഞ്ജു? കമല ചോദിച്ചു. അപ്പൊ രഞ്ജു പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ എന്താ അമ്മ തെറ്റ്? ശരിക്കും ബാലചന്ദ്രൻ അങ്കിളിന്റെ മകളല്ല അലീന ചേച്ചി. ദേ, നീ വെറുതെ എന്റെ വായിരിക്കണ കേൾക്കണ്ടെന്നും പറഞ്ഞ് വഴിജ രഞ്ജുവിന് ഒച്ച എടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായി കാണൂലെങ്കിലേ മനുവേട്ടനോടോ അല്ലെങ്കിൽ അച്ഛനോട് പോയി ചോദിക്കുക, അച്ഛനൊക്കെ അറിയാലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ആ, വൈജയന്തിക്ക് ആകെ ടെൻഷനാവാൻ വേണ്ടി, ഇത് എന്താ ഈ പറയണേ? ബാലചന്ദ്രന്റെ മകളല്ലെന്നോ? അപ്പൊ പിന്നെ ആരാ? അപ്പൊ കമ്മല് ചോദിച്ചു, അപ്പോ നീ പറഞ്ഞത് ശരിയാണോ വൈജയ്? ബാലചന്ദ്രൻ അവളെ ഒരിതായിട്ട് അവിഹിതം പോലെ കൊണ്ടു നടക്കുന്നയാണോ എന്നുള്ളതൊക്കെ ഒരു തോന്നല് വരെയാണ് കേട്ടോ. കമലയ്ക്ക് ഉള്ള ജീവനും കൂടെ പോവേണ്. അപ്പോഴേക്കും കമല പറഞ്ഞു, ഇത് ഇന്ന് തന്നെ എനിക്ക് ചോദിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന് പറയും. അപ്പോഴും നമ്മുടെ മനുവും ശിവനൊക്കെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വൈജയന്തി അങ്ങോട്ടേക്ക് പോവേണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ചോദിക്കും, അതെ, എനിക്ക് ശിവേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്നതാ? അപ്പൊ പറയും, ബാലചന്ദ്രന്റെ മകളല്ലേ അലീന? അപ്പം ശിവശങ്കര ഒന്ന് വൈജയന്തിനെ നോക്കാണ്. അല്ല, ഇപ്പൊ എന്താണ് സംശയം? അല്ലെങ്കിൽ തന്നെ എൻ്റെ തലയിൽ 100 വണ്ടി ഓടും പോലെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹരിയുടെ കേസ് അങ്ങനെ. ജോലിക്ക് പോകാൻ പറ്റാണ്ട് വീട്ടിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായി. അതിൻ്റെ ഇടയിൽ നീ എന്നെ എന്തിനിങ്ങനെ വൈജയന്തി നീ ടോർച്ചർ ചെയ്യണം? എനിക്ക് ഉത്തരം കിട്ടണം. എൻ്റെ ആ 3 ആങ്ങളമാരും അതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്ന് വൈജയന്തി പറയും. അല്ല, ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? അതെ, ബാലചന്ദ്രന്റെ മകളാണോ ഇല്ലയോ അലീന? ഇപ്പൊ മകളല്ലെങ്കിൽ ആകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതെന്തേ അങ്ങനെ? അല്ലെങ്കിൽ പിന്നെ അവൾ എന്തിനവിടെ നിൽക്കണു? നെടുമ്പുരയ്ക്കൽ വീട്ടിന് ബാലചന്ദ്രന്റെ മകളല്ല അലീന എങ്കിൽ എന്തിനവിടെ നിൽക്കണോ? എനിക്കതിന്റെ മറുപടി കിട്ടണം. അപ്പൊ കമല പറഞ്ഞു, വൈജ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശിവേട്ടാ? അപ്പൊ പറഞ്ഞു, ദേ, നീ ആവശ്യമില്ലാണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് നീ നിൽക്കണ്ട എന്നിങ്ങനെ പറയണം. അപ്പോഴേക്കും നമ്മുടെ കമല പറയും, ഞാൻ എരുതിയിൽ എണ്ണ ഒഴിക്കാനൊന്നും നിൽക്കണേല്ല. അല്ല, ഒന്ന് ശിവേട്ട ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാലചന്ദ്രന് ഏതോ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏതോ നീഗ്രോ കരിയിലുണ്ടായതാണ് അലീന എന്നും പറഞ്ഞാണല്ലോ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്ത് കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പോൾ എന്തേ ഇങ്ങനെയൊക്കെ നിങ്ങൾ മാറ്റി പറയണത്? അതെന്നെ, അങ്ങനെ നിർത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു റിലേഷൻ എന്ത് റിലേഷൻ ആണെന്ന് എനിക്കും ഒന്ന് അറിയണമെന്ന് കമലയും പറയും. അപ്പൊ വൈജയന്തി പറയുന്നു, അതൊന്നും അല്ല, അങ്ങേർക്ക് ഈ വയസ്സാം കാലത്തെ തൊലി വെളുത്തിരിക്കണ കണ്ടപ്പോ അങ്ങേര് കണ്ടെത്തിയ ഒരു മാർഗം. അല്ല, എൻ്റെ ആങ്ങളമാർ ഇതെന്ത് കണ്ടിട്ടാണ് ഈ ബാലചന്ദ്രന്റെ പക്ഷം നിൽക്കണത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മനു ഇതൊക്കെ കേട്ടിരിപ്പുണ്ട്. അല്ല, ആന്റിക്ക് ഇപ്പൊ എന്താണ് അറിയേണ്ടത് എന്ന രീതിയിൽ ചോദിക്കണം. അപ്പൊ പറയും, എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, അലീന ബാലചന്ദ്രന്റെ ആരാണ്? മകളല്ലെങ്കിൽ എന്തിനവിടെ നിൽക്കുന്നു എന്നതാണ് ചോദ്യം. അപ്പോഴേക്കും നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞ്, നിന്റെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നീ അധികം വലിയ ഇതൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ഈ 22 വർഷം നിന്റെയും ബാലചന്ദ്രന്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ എത്ര പെണ്ണുങ്ങളെ പുറകെ പോണ കണ്ടു ബാലചന്ദ്രൻ?
നീ കണ്ടുപിടിച്ചെടുത്തോ? ഏതെങ്കിലും പെണ്ണുങ്ങളെ പുറകെ പോയി നടക്കുന്നതായിട്ടോ എന്തെങ്കിലും അവിഹിതം ഉള്ളതായിട്ടോ ഇല്ലല്ലോ. പിന്നെ നീ ബാലചന്ദ്രൻ എന്തർത്ഥത്തിലാ നീ കുറ്റപ്പെടുത്തണത്? ഏ നീ പറയുമ്പോഴേ നീ നിന്റെ കാര്യം കൂടെ മനസ്സിൽ നീ ഒന്ന് ചെകഞ്ഞെടുത്തിട്ട് നീ പറയണം. നിന്റെ പഴയ കാര്യങ്ങളൊക്കെ. അപ്പൊ കമല ചോദിക്കും, അല്ല പഴയ കാര്യങ്ങളോ? ആ ഇങ്ങനെ ആലോചിക്കാണ്. അപ്പൊ ശിവശങ്കരൻ പറഞ്ഞു. അപ്പം വൈജയുടെ മുഖം മാറുകയാണ്. എന്നിട്ട് ശിവശങ്കരൻ കൈയഴുകി പോവാണ് കേട്ടോ. അതിന്റെ തൊട്ട് പുറകെ നമ്മുടെ കമലയും വെച്ച് പിടിക്കുകയാണ്. അല്ല കമല ചോദിക്കും, അല്ല ശിവേട്ടാ, ഈ എന്തോ ഒരു സംതിങ് പോലെയൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ, എനിക്കൊന്നും ക്ലിയർ ആയില്ല. അതെ, നീ അധികം ഒന്നും ക്ലിയർ ആക്കാൻ നിക്കണ്ട. ബാലചന്ദ്രന്റെ കുറ്റവും കുറവും പറയാൻ നിൽക്കണ വൈജയനെ എരിപ്പിക്കലാണ് നിന്റെ പണിയെന്നുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോഴേക്കും നമ്മുടെ ശിവശങ്കരന്റെ റൂമിന്റെ അടുത്തോട്ട് കയറി വരികയാണ്. ആ സമയത്ത് നമ്മുടെ കമല പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ മൂപ്പിക്കാൻ എന്റെ മെക്കിട്ട് കയറാനായിട്ട് വന്ന ഈ കമല ആരാണെന്ന് വൈജയന്തി എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോഴേക്കും വൈജയന്തിക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു അധികപ്പറ്റ് പോലെ ഇവിടെ വലിഞ്ഞു തൂങ്ങി കിടക്കുന്ന ഒരു ഫീലിങ്സ് അല്ലേ എന്നുള്ള ഒരു ചിന്ത വൈജയന്തിക്കുള്ളിൽ തോന്നുകയാണ്. കാരണം തന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ. എന്നിട്ട് കമല പറയുന്നുണ്ട്, അല്ല വൈജയന്തി ചോദിക്കുന്നതിൽ ഒരു തെറ്റ് ഇല്ല ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാലചന്ദ്രന്റെ മകളല്ലെങ്കിൽ പിന്നെ എന്തിനാ അലീനേനെ അവിടെ പാർപ്പിച്ചിരിക്കുന്നത് ബാലചന്ദ്രൻ? എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അതെ, നീ അധികം മനസ്സിലാക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ശിവശങ്കരൻ പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വൈജ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സൗദാമിനി അമ്മയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറേ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. അതെ, ബാലചന്ദ്രന്റെ മകളല്ലാത്ത അവളെ എന്തിനവിടെ താമസിപ്പിച്ചിരിക്കുന്നു? അവളെ തൊലിവെളുപ്പ് കണ്ട് മയങ്ങിയിട്ടാണോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സൗദാമിനി അമ്മ ചോദിക്കും, എന്റെ പൊന്നു വൈജെ, നിനക്ക് ഈ വായിൽ ഇങ്ങനത്തെ സംസാരമേ വരുള്ളോ? ബാലചന്ദ്രൻ എന്ത് തെറ്റാ നിന്നോട് ഈ 10, 22, 23 വർഷം കൊണ്ട് ചെയ്തത്? നീ ഒന്ന് കാണിച്ചു തന്നേ. നീ വലിയ ആള് കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. നിന്റെ പഴയ ചരിത്രം എല്ലാം കൂടെ ഞാൻ അങ്ങ് ബാലചന്ദ്രനോട് അങ്ങ് പറഞ്ഞെടുക്കും. അല്ല, എന്ത് ചരിത്രം അമ്മയ്ക്ക് പറയാനുള്ളത്? എന്നെ അമ്മ പേടിപ്പിക്കണോ? അമ്മയും എന്റെ ആങ്ങളമാരും എല്ലാം അത് പറഞ്ഞ് വൈജയുടെ വാ മൂടിക്കെട്ടാന്നാണെങ്കിലേ ആ വ്യാമോഹം ഒന്നും വേണ്ട. വൈജയ്ക്ക് ആരെയും പേടിയില്ല. ഞാനേ ഈ കല്യാണം കഴിഞ്ഞ് 22 വർഷമായി. ഏതെങ്കിലും അന്യപുരുഷന്മാരെ കൂടെ പോവുകയോ വരികയോ ചെയ്തതായിട്ട് എന്തെങ്കിലും നിങ്ങൾ കേട്ടായിരുന്നോ? ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ എന്നെ ഈ ബാലചന്ദ്രനെ കൊണ്ട് കെട്ടിക്കണമെന്ന്? എനിക്ക് എൻ്റെ അന്നുണ്ടായ ബന്ധത്തിലും ആ ഷോക്കിലും എനിക്ക് വേറൊരു വിവാഹം വേണ്ട എന്ന് ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് പറഞ്ഞതാ. അപ്പൊ എൻ്റെ ആങ്ങളമാർക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നിർബന്ധമായിരുന്നു. ഞാനിപ്പോ ഒരു മകളെയും തൂക്കി അല്ലെങ്കിൽ മകനെയും തൂക്കിയൊന്നും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ എൻ്റെ കുടുംബം കലക്കാൻ എന്നൊക്കെ പറഞ്ഞു വൈജ കുറേ ചാടേണ്. സൗദാമിനി അമ്മ പറഞ്ഞു, അതെ, എനിക്ക് നിന്നോട് തർക്കിക്കാൻ എനിക്ക് പറ്റില്ല വൈജെ. നീ എന്നെ വിട്. പക്ഷെ നീ ഒരു കാര്യം നീ ഓർത്തോണം, നീ എന്ത് പേരിലാണ് ബാലചന്ദ്രനെ ഈ കുറ്റപ്പെടുത്തുന്നത്? നീ എടുക്കുന്ന ഓരോ തീരുമാനവും നിന്റെ ജീവിതത്തിൽ അത് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നുള്ളത് നീ ഓർത്ത് ഓരോ തീരുമാനങ്ങൾ എടുത്തോണം. നിന്റെ മക്കളുടെ ഭാവി, നിന്റെ ഭർത്താവ്, നിന്റെ വീട്, ഇതെല്ലാം നീ ഓർത്തോണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈജയന്തി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത് അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരവസ്ഥ പോലെ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേസമ്മയാണ് കാണിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഗ്രേസമ്മ നമ്മുടെ അലീനയും ദേവതിക്കുട്ടിയും അതുപോലെ ബബിതയും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ നാളെ ഇനി എങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ എന്നെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രോഹിത്ത് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം രേവതിക്കുട്ടി ചെന്ന് ചോദിക്കും, അല്ല വീര എന്താ ആലോചിക്കണ? എന്നെ അങ്ങനെ വിളിക്കില്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എപ്പൊ കണ്ടാലും രോഹിത്തിന്റെ ഒന്നേയും മെക്കിട്ട് കയറും, അല്ലെങ്കിൽ രോഹിത്ത് രേവതിയുടെ മെക്കിട്ട് കയറില്ല കേട്ടോ. എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ ആയിട്ടില്ല. എങ്കിലും അവര് തമ്മിൽ എപ്പോഴും ഇങ്ങനെ അടികൂടിക്കൊണ്ടുള്ള ഒരു ഫീലിങ്സ് ആണ്. പക്ഷെ അത് ഇനി ലാസ്റ്റ് ഒരു ഇഷ്ടത്തിലോട്ട് എത്തുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എത്താനും സാധ്യതയുണ്ട്. അപ്പൊ രേവതിക്കുട്ടീനെ തിരിച്ച് നമ്മുടെ രോഹിത്, അതെ, ഈ മരം കൊത്തിയെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആ രേവതിക്കുട്ടി ചോദിക്കും, മരം കൊത്തിയോ? ആരാ അത് പറഞ്ഞു തന്നേ? ശരിക്കും പറ, ആരാ? അലീന ചേച്ചി ആയിരിക്കുമല്ലേ? അതെ, ആരും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല, ഞാൻ മനസ്സിലാക്കിയതാ എന്നിങ്ങനെ. പിന്നെ 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 മനസ്സിലാക്കിയെടുത്തു. എനിക്കറിയാം അലീന ചേച്ചി പറഞ്ഞതെന്ന്. അല്ലെന്നേ, ഞാൻ അവര് പറയണത് ഞാൻ കേട്ടു, അത് സത്യ. രേവതിക്കുട്ടി പറഞ്ഞു, അതെ, കാണുമ്പോ വീരനെ പോലെ ഇരുന്നാലും ആള് പാവാന്ന് എനിക്കറിയാട്ടോ. ആര് പറഞ്ഞു? ഞാൻ അത്രയ്ക്ക് പാവമൊന്നുമല്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്കറിയാലോ,
അത്രയ്ക്ക് പാവം അല്ലെങ്കിലും ഒരു ഇച്ചിരി പാവമാണെന്ന് പറഞ്ഞു. അതെങ്ങനെ മനസ്സിലായി? അതെനിക്കിപ്പോ ഇത്രയും കുറച്ച് ദിവസം കൊണ്ടൊക്കെ മനസ്സിലായി. അത്രയ്ക്ക് ഭയങ്കരമൊന്നും അല്ല, പാവമാണെന്ന്. ഞാനേ അത്ര പാവമൊന്നുമല്ല, ഒരു വീരനൊക്കെയാണ്. ആ വീരനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതുകൊണ്ടാണല്ലോ ഈ ഒരു ഇത് കുഴി ചെന്ന് ചാടിയത്. അതെ, ആ മനുവേട്ടനെ പോലെയുള്ള അങ്ങനത്തെ ക്യാരക്ടറുള്ള ആൾക്കാരുടെ അടുത്ത് ഇനിയെങ്കിലും കൂട്ടുകൂടാണ്ട് നല്ല രീതിക്ക് ജീവിക്കും. ഞാൻ നല്ല രീതിക്ക് തന്നെ ജീവിക്കണേന്ന് രോഹിത്തും പറഞ്ഞു കേട്ടോ. അങ്ങനെ ആയാൽ കൊള്ളാം എന്നേ ഉള്ളൂ. അതെ, എന്നെ അവരെ ഉപദേശിക്കാനൊന്നും വരാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് രോഹിത്ത് മരംകൊത്തിനെ കളിയാക്കിയാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കൂടെ കിടന്ന് ആ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് നല്ലൊരു രസമാണ് അവർ തമ്മിലുള്ള ആ ഡയലോഗും കാര്യങ്ങളും. എന്നിട്ട് നമ്മുടെ രോഹിത്ത് ഇറങ്ങി പോവാണ്. പിന്നെന്താണ്, പിന്നെ ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ബാലചന്ദ്രനെയും ഗോവർദ്ധനെയും കാണിക്കുന്നുണ്ട്. പിന്നെ നാളത്തെ എപ്പിസോഡിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലീനയും ചിന്നുമോളും തമ്മിലൊരു റിലേഷൻ വരെയാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ ഷെറിന്റെ മൂത്ത ആങ്ങളെയാണ് നമ്മുടെ സ്റ്റാൻലി. മനസ്സിലായില്ലേ? മൂത്ത ആങ്ങളെ. അപ്പൊ നമ്മുടെ ഇനി ചിന്നുമോളുടെ അമ്മയാണല്ലോ ഷെറിൻ. അപ്പോ സ്റ്റാൻലിയുടെ പെങ്ങളുടെ മോളാണ് ചിന്നുമോള്. അതുപോലെ സ്റ്റാൻലിയുടെ മകളാണ് അലീന. അപ്പം അവര് തമ്മിൽ കസിൻസ് റിലേഷൻ ഇനി വരാൻ പോവാണ്. അതൊരു ഭയങ്കര ഒരു ട്രാജഡി തന്നെ അല്ലെ, അങ്ങനെ ഒരു ബന്ധം വരുന്നത് അല്ലെ. എന്തുകൊണ്ട്? അപ്പൊ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ പോയിട്ട് പുനലൂർക്ക് പോയിട്ട് നമ്മുടെ സ്റ്റാൻലിയെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി എന്തായാലും നമ്മൾ അവതക്കുട്ടി മുതലാളിയെ കണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞും പിടിച്ചും ഒക്കെ ഉള്ളൊരു പോക്കാണ് ഇനി വരുന്നത്. അപ്പൊ നമ്മുടെ പ്രൊമോസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ മഴതോറും മുമ്പേ സീരിയലില് നമ്മുടെ അലീനയുടെയും ചിന്നുമോളുടെയൊക്കെ ആ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെ അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചാച്ചാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.